ഈ മഹത്വത്തിൻ്റെ കൂടാരം, ഗ്ലോറി ടെൻറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആലയത്തിൽ കർത്താവിൻ്റെ മഹത്വം എപ്പോഴും ഉയരുന്നൊരു ആലയമായി മാറണം. നമ്മളെപ്പോൾ വന്നിരിക്കുന്നോ, വ്യക്തിപരമായിട്ടും കൂട്ടായ്മയായിട്ടും നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ കർത്താവിന് മഹത്വം കൊടുക്കുന്നവരായി നമുക്കായിത്തീരാം. നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കേരളത്തിൽ എല്ലായിടത്തും അറിയപ്പെട്ടിരിക്കുന്ന നമ്മുടെ വർഷിപ്പ് മിനിസ്റ്റേഴ്സുണ്ട്, അവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തരും ദൈവത്തെ സ്തുതിക്കാൻ കൂടി ഒരുങ്ങുന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ സ്തുതി ഉയരുന്നിടത്ത് കർത്താവിൻ്റെ മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. പ്രൈസിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മളുടെ വ്യക്തമായിട്ടുള്ള നമ്മുടെ ഭാഷയിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്തുതിയിൽ നിന്നാണ് കർത്താവിന് മഹത്വം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ, നിങ്ങളുടെ മാതൃഭാഷയിൽ നിങ്ങൾ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ കർത്താവിൻ്റെ സ്തുതികളെക്കുറിച്ചുള്ള വാചകങ്ങൾ ഉറക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുക. അവിടെ കർത്താവിൻ്റെ വലിയ അത്ഭുതം പ്രവർത്തിക്കാനിടയിൽ തീരും. സ്തോത്രം. രണ്ട് കാര്യങ്ങൾ ബൈബിളിൽ കാണാൻ സാധിക്കുന്നു. രണ്ട് വ്യക്തികളെക്കുറിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി ഒരിക്കലും മടി കാണിച്ചവരല്ല. ഒന്ന് ദാവീദിനെ കുറിച്ച് നമ്മൾ കാണാൻ സാധിക്കുന്നു. അവൻ ഏറ്റവും താഴ്ന്ന സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ താഴ്ന്ന സ്ഥിതിയിൽ നിന്ന്, അല്ലെങ്കിൽ താഴ്ന്ന പൊസിഷനിൽ നിന്ന് അവനെ കർത്താവ് ഉയർത്തി ഏറ്റവും ഉന്നത പദവിയിലേക്കാക്കി. പക്ഷേ ഉന്നത പദവിയിലെത്തിയപ്പോൾ പോലും അവൻ്റെ സ്തുതിയെ മറന്നില്ല. അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് ഒരിക്കലും മറക്കാതെ കർത്താവിൻ്റെ സ്തുതിയെ അവൻ്റെ വായിൽ എപ്പോഴും എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. ഈ ദാവീദിനെ പോലെ നമ്മളിവിടെ വന്നിരിക്കുവാൻ നമ്മൾ എല്ലാവരും യോഗ്യരാണോ എന്ന് ചോദിച്ചാൽ ചിലർ യോഗ്യരല്ല. പക്ഷേ ആ യോഗ്യതയിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടി വരുത്തിയതാണ്. ഈ യോഗ്യത തരാൻ വേണ്ടി നമ്മൾക്ക് വലിയ മഹിമയോ കുലമഹിമയോ ഒന്നുമില്ലാത്തവരാണ്. പക്ഷേ ഈ പാപത്തെ വെറുത്തിട്ട് പാപിയെ സ്നേഹിച്ച നമ്മുടെ കർത്താവ് നമ്മളെ കൂട്ടിവന്നിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവിന് മുമ്പിൽ, ആ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി തലകളെ വണക്കാം. നമുക്ക് പ്രാർത്ഥനയിലേക്ക് അടുക്കാം. സ്തോത്രം. നമുക്ക് വർഷിപ്പ് ലീഡ് ചെയ്യാൻ വേണ്ടി അനേക ദൈവദാസന്മാർ നമ്മുടെ മുന്നിലുണ്ട്. ആരാധനയിലേക്ക് വരുന്നതിന് മുൻപ്, ആരാധനയിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് നമുക്ക് അല്പനേരം ദൈവത്തെ സ്തുതിക്കാം, അല്പനേരം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. നിങ്ങളെ കണ്ണുകളടച്ച് യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിലേക്ക് ഒന്ന് സമർപ്പിച്ച് നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ നമ്മുടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ യേശുവിനെ ഒന്ന് സ്തുതിച്ചു, യേശുവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയ നമ്മുടെ കർത്താവായ ദൈവം. ഹല്ലേലൂയ. പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ മരിച്ച നമ്മുടെ കർത്താവ്, മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന നമ്മുടെ കർത്താവ്. സ്തോത്രം. യേശു നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ കുറവുകൾ, നിങ്ങളുടെ ഒന്നുമില്ലായ അവസ്ഥയോ യേശു നോക്കുന്നില്ല. പക്ഷേ നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു നിമിഷം നമ്മുടെ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ മനസ്സുണ്ടോ? യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. യേശു വലിയവനത്രേ. സ്തോത്രം. യേശു ഹല്ലേലൂയ നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്നിരുന്നവനത്രേ. യേശുവേ സ്തോത്രം. വായികളേക്ക് തുറന്ന് നമുക്ക് യേശുവിനെ സ്തുതിക്കാം. അല്പനേരം സ്തുതിച്ചാട്ടെ. അല്പനേരം നമ്മുടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും മടി കൂടാതെ നമ്മുടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. മഹത്വം ഉയർന്നാട്ടെ. യേശു കർത്താവിൻ്റെ മഹത്വം ഉയർത്തിയാട്ടെ. യേശുവേ നീ നല്ലവൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇറങ്ങി വന്നിരുന്ന കർത്താവേ നീ മഹത്വപ്പെട്ടവൻ. ഹല്ലേലൂയ. ജീവന്റെ അപ്പമേ ഹല്ലേലൂയ. നീ ഞങ്ങളെ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുവേ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഒരിക്കലും ഒരു നഷ്ടത്തിന് കാരണമല്ല. ഇന്ന് കർത്താവിനെ സ്തുതിക്കുന്നു തുടങ്ങുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ കർത്താവ് സ്തോത്രം വലിയവ ചെയ്തിരിക്കും. ആമേൻ. വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്താൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ശബല തുരിവലറം ശേരകാരകാലമാരകാരഗതി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പാ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശുവേ ഞങ്ങൾ ഒരുമിച്ച് നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ പലയിടങ്ങളിൽ നിന്ന് കടന്നു വന്നവരാണ്. പക്ഷേ ഹല്ലേലൂയ നീ ഞങ്ങളുടെ അപ്പനാണല്ലോ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളൊരു ഫാമിലിയാണല്ലോ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പാ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. സാന്നിധ്യം വെളിപ്പെടട്ടെ കർത്താവേ. നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നിറയ്ക്കണം കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ സാന്നിധ്യം ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങട്ടെ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം.
യേശുവേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശുവേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഓരോ വാക്കുകളും നിന്റെ മഹത്വത്തിന് കാരണമാക്കി തീരട്ടെ കർത്താവേ. മഹത്വത്തിന് യോഗ്യൻ നീ മാത്രം, മഹത്വത്തിന് യോഗ്യൻ നീ മാത്രം കർത്താവേ. ഹല്ലേലൂയ. മഹത്വത്തിന് യോഗ്യൻ നീ മാത്രം കർത്താവേ. ഞങ്ങളുടെ പ്രവൃത്തിയാൽ, ഞങ്ങളുടെ വാക്കിനാൽ, ഹല്ലേലൂയ, എല്ലാ ചിന്തകളിലാലും ഹല്ലേലൂയ നിനക്ക് മഹത്വം തരുന്ന കർത്താവേ. ഞങ്ങൾ മഹത്വം തരുന്ന കർത്താവേ. സ്തോത്രം. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഹല്ലേലൂയ നീ അഭിഷേകം കൊണ്ട് നിറയ്ക്കണം കർത്താവേ. ദൈവത്തിൻ്റെ സ്നേഹം അവരിലേക്ക് ഇറങ്ങി വരട്ടെ കർത്താവേ. യേശുവിൻ്റെ സ്നേഹം അവരിലേക്ക് ഇറങ്ങി വരട്ടെ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവർ ദൈവമേ ഇവിടെ വന്നിരിക്കുന്നത് ഒന്നും ദൈവമേ വൃഥാവായി തീരല്ലേ കർത്താവേ. സ്തോത്രം. അവരെന്ത് ആവശ്യത്തിൽ കടന്നു വന്നിരിക്കുന്നു, എന്ത് ആഗ്രഹത്തിൽ കടന്നു വന്നിരിക്കുന്നു, എന്ത് ഭാരത്തിൽ കടന്നു വന്നിരിക്കുന്നു, ഹല്ലേലൂയ, അതെല്ലാം ദൈവം മാറിപ്പോട്ടെ കർത്താവേ. ഭാരങ്ങളെല്ലാം മാറിപ്പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഭാരങ്ങളെല്ലാം മാറിപ്പോട്ടെ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങളെല്ലാം മാറിപ്പോട്ടെ കർത്താവേ. ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ ഇതെല്ലാം വിട്ടുപോകും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പാ. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, യേശുവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളിവിടെ കൂടി വന്നിട്ട് കർത്താവേ നിന്റെ നാമ മഹത്വത്തിന് കാരണമാക്കി തീർക്കണമേ. നിന്റെ നാമം ഉയരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നിന്റെ മഹത്വം ഇവിടെ നിന്ന് വെളിപ്പെടട്ടെ കർത്താവേ. ഞങ്ങളുടെ ഓരോ സ്തുതിയിലും, ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയിലും, ഓരോ ഗാനത്തിലും യേശുവേ നിന്റെ സ്തുതിയും നിന്റെ മഹത്വം ഇവിടെ ഉയരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവമേ ഞങ്ങൾ ഒന്നിച്ച് ദൈവമേ അങ്ങയുടെ നാമത്തിന് ഉയർത്തുന്നു. നിന്റെ നാമം മാത്രം ഉയർന്നിട്ട് കർത്താവേ. നിന്റെ ഹല്ലേലൂയ മഹത്വം മാത്രം ഇവിടെ ഉയരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ദൈവമേ പാടുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണം കർത്താവേ. അവർ പറയുന്ന വാക്കുകളിൽ, അവർ പറയുന്ന പാട്ടുകളിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം. ഈ മീറ്റിങ്ങിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ യേശുവേ നിന്റെ സാന്നിധ്യം കൂടിയിരിക്കണം കർത്താവേ. വരാനുള്ളവരെ ദൈവം തക്ക സമയത്ത് തന്നെ ദൈവം കൂട്ടി വരുത്തണമേ. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ആപത്തും വരാതെ, ഒരു അപകടം വരാതെ യാത്രയിലായിരിക്കുന്നവരെ സൂക്ഷിക്കണമേ. കൃപയിൽ മറക്കണോ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വലിയൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമേ ഒരു രാത്രികാലമായി മാറട്ടെ കർത്താവേ. മറക്കാൻ കഴിയാത്ത ദൈവ സാന്നിധ്യത്തിൽ ആനന്ദിക്കുന്ന ഒരു രാത്രികാലമാക്കി ദൈവം ഞങ്ങളെ മാറ്റണോ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകലവും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കാൻ സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് സന്തോഷത്തോടെ ഇവിടെ ഇരിക്കാം, ചിരിച്ച മുഖത്തോടെ ആയിരിക്കാം. കാരണം കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്, നമ്മുടെ അപ്പൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സങ്കടത്തോടെയാണോ വന്നിരിക്കുന്നത്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിങ്ങൾ ഭാരപ്പെട്ടാണ് ഇരിക്കുന്നത്, കർത്താവ് നിങ്ങൾക്ക് അത്ഭുതം ചെയ്യും. ഒരിക്കൽ ഒരു ആലയത്തിൽ കൂനിയായ സ്ത്രീ ഉണ്ടായിരുന്നു. കൂനിയായ സ്ത്രീ. ഈ കൂനിയായ സ്ത്രീ ഇരുന്നപ്പോൾ ഈ യേശു ഓർത്തു, അല്ലെങ്കിൽ ഈ കൂനിയായ സ്ത്രീ കണ്ടിട്ട് മനസ്സലിഞ്ഞു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത്. മനസ്സലിഞ്ഞു. ഈ സ്ത്രീ അവിടെ പോയിട്ട് ഒരു കാര്യവും എന്തോ പറഞ്ഞത് അവരോട് ചോദിച്ചില്ല, ആഗ്രഹിച്ചില്ല, ആരാഞ്ഞില്ല, ആവശ്യപ്പെട്ടില്ല. പക്ഷേ ഈ സ്ത്രീ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവിടെ മനസ്സലിഞ്ഞോട്ട് അവർക്ക് സൗഖ്യം കൊടുത്തു എന്ന് കാണാൻ സാധിക്കുന്നു. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിക്കൊള്ളട്ടെ, എന്താവശ്യത്തോടെയാണെന്ന് അറിയില്ല, പക്ഷേ യേശു പറയുന്നു ഞാൻ നിങ്ങളെ കാണുന്നു. നിങ്ങളെ കണ്ടിട്ട് മനസ്സലിയുന്നതിനത്ര യേശു. ഹല്ലേലൂയ. അതേ മറിച്ച് രക്തസ്രാവമുള്ളൊരു സ്ത്രീ യേശുവിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് അവരുടെ വസ്ത്രത്തെ തൊട്ടു. അവർക്ക് ഭയങ്കര ആവശ്യത്തോടെ അവർ ആക്ട് ചെയ്തു. അവരെന്താ ചെയ്തത്? പ്രവൃത്തിയിലൂടെ അവരുടെ സൗഖ്യം പിടിച്ചു വാങ്ങി. നിങ്ങൾ ഹല്ലേലൂയ പിടിച്ചു വാങ്ങാൻ വേണ്ടിയാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? നിങ്ങൾക്കും അത്ഭുതം സംഭവിക്കും. നിങ്ങളുടെ പ്രവൃത്തികൾക്കും നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ദൈവം അത്ഭുതം ചെയ്യാൻ ശക്തനത്തെ. ഹല്ലേലൂയ. വിശ്വാസത്താൽ, ആ സന്തോഷത്താൽ ഹല്ലേലൂയ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. സകല മഹത്വവും കർത്താവിനെ, സകല നന്മയും ഹല്ലേലൂയ, സകല പ്രശംസയും സകല സ്തുതിയും കർത്താവിനെ. നമുക്ക് പ്രാർത്ഥനയിൽ, നമുക്ക് ആരാധനയിൽ ലീഡ് ചെയ്യുവാൻ ദൈവദാസന്മാരെ സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ രാത്രിയിൽ ദൈവസന്നിധാനമായിരിക്കുകയാണ്. നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാൻ പോകുകയാണ്. സ്വർഗത്തിൽ ചെന്നാൽ സറാഫുകൾ ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് രണ്ടുകൊണ്ട് മുഖം മറച്ച്, രണ്ടുകൊണ്ട് കാല് മറച്ച്, രണ്ടുകൊണ്ട് പറന്നവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും നമ്മുടെ ചില ആവശ്യങ്ങൾക്കാവുക. എന്നാൽ ഇന്ന് രാത്രി നമ്മൾ മുഴുവൻ സമയവും ദൈവത്തെ, അവൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ സ്തുതിക്കുവാൻ പോവുകയാണ്.
യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. തൻ്റെ പത്മോസിലെ അവസ്ഥ എന്ന് വെച്ചാൽ ചുറ്റിനും ഏകാന്തത, ജീർണിച്ച മാംസങ്ങളുടെ ഗന്ധം. എന്നാൽ ആ ഏകാന്തതയിൽ നിന്ന് താൻ മാറ്റപ്പെട്ടത് എങ്ങനെയാണെന്നറിയാം. മാറത്ത് പൊൻകച്ച കെട്ടിയവനായ ഒരു കർത്താവിനെ അവൻ കണ്ടു. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നതും ഓൺലൈനിലും ആയിരിക്കുന്നതുമായ പ്രിയ സഹോദരി സഹോദരന്മാരെ, പത്മോസിൻ്റെ അവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. എന്നാൽ ഇന്ന് രാത്രി മാറത്ത് പൊൻകച്ച കെട്ടിയവനായ ഒരു കർത്താവിനെ നാം ഇന്ന് ദർശിക്കണം. നമുക്കിന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാം. നീ മാത്രം ആരാധ്യനേ, നീ മാത്രം സ്തുതിക്കു യോഗ്യൻ, നീ മാത്രം ആരാധ്യനേ, നീ മാത്രം സ്തുതിക്കു യോഗ്യൻ. നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ, ഞാൻ സ്തുതിച്ചിടുന്നു. നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ, ഞാൻ സ്തുതിച്ചിടുന്നു.
സ്തുതിച്ചിടുന്നു. നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാൽ ഞാനങ്ങി സ്തുതിച്ചിടുന്നു. ജീവനുള്ളിടത്തോളം കാലം അവൻ്റെ മഹിമ പാടുവാൻ നമ്മുടെ അധരങ്ങളെ തുറക്കേണ്ടതിന് ആമേൻ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ആ നല്ല പദവിക്കായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഈ കൂട്ടായ്മയിലേക്ക് എന്നെയും ഒരു ഭാഗമാക്കിയതിന് ഞാൻ ദൈവത്തോടും എൻ്റെ പ്രിയ സ്നേഹിതനായ ലോഡ്സനോടുമുള്ള നന്ദി അറിയിക്കുന്നു. നമുക്കൊന്നിച്ച് ഈ ഒരു കൂട്ടായ്മയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നാഥാ ആത്മാവിനെ തന്നിടണേ, നീ എൻ ആശ്വാസമായി വന്നിടണേ. നാഥാ
tenere mere shere di ala ratoni mi. Yende Yeshu, Yende Yeshu, Yende nannai ariyunnavan. Yende Yeshu, Yende Yeshu, namme nannai ariyunnavan. Oh, hallelujah. യഹോവ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിഞ്ഞിരിക്കുന്നു. യഹോവ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിഞ്ഞിരിക്കുന്നു. എന്റെ നിരൂപണങ്ങൾ ദൂരത്തുനിന്ന് ഗ്രഹിച്ചിരിക്കുന്നു. എന്നടപ്പും കിടപ്പും ശോധന ചെയ്ത് വഴിയെ സൂക്ഷിക്കുന്നു. എന്റെ നിരൂപണങ്ങൾ ദൂരത്തുനിന്ന് ഗ്രഹിച്ചിരിക്കുന്നു. എന്നടപ്പും കിടപ്പും ശോധന ചെയ്ത് വഴിയെ സൂക്ഷിക്കുന്നു. എന്റെ യേശു, എന്റെ യേശു, എന്നെ നന്നായി അറിയുന്നവൻ. എന്റെ യേശു, എന്റെ യേശു, എന്നെ നന്നായി അറിയുന്നവൻ. എന്റെ യേശു, എന്റെ യേശു, എന്നെ നന്നായി അറിയൂ. നമ്മെ നന്നായി അറിയുന്നവൻ. എന്റെ യേശു, എന്റെ യേശു, എന്നെ നന്നായി അറിയുന്നവൻ. നീ മുഴുവനും അറിയാതെ ഒരു വാക്കുമെന്നാവിലില്ല. നീ മുൻപും പിൻപും അടച്ചെന്നെ അഞ്ചിൻ ഭുജത്താൽ പരിപാലിക്കും. നീ മുഴുവനും അറിയാതെ ഒരു വാക്കുമെന്നാവിലില്ല. നീ മുൻപും പിൻപും അടച്ചെന്നെ അൻപിൻ ഭുജത്താൽ പരിപാലിക്കും. നിന്റെ ആത്മാവിനെ തിരുസന്നിധിയിൽ വിട്ടിട്ടെങ്ങോട്ടു ഞാൻ പോകും. മേലെ സ്വർഗ്ഗത്തിലും പാതാളത്തിലും നിൻ സാന്നിധ്യം മറവൻ.
പ്രൈസ് ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. നാം പാടിയതുപോലെ എൻ്റെ യേശു എന്നെ നന്നായി അറിയുന്നവനാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എൻ്റെ യേശു എന്നെ നന്നായി അറിയുന്നു. അവൻ അറിഞ്ഞതുകൊണ്ടാണ് ഇന്നിവിടെ ഇരിക്കുന്നത് തന്നെ. ഹല്ലേലൂയ. നാം വീണ്ടും ചേർന്ന് കർത്താവിനെ ഒന്ന് പാടി മഹത്വപ്പെടുത്താൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ നാം വിശ്വസിക്കുന്നൊരു കാര്യം, ഞാൻ ഇന്ന് രാത്രി ആരാധിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ ശാരീരിക സ്ഥിതിയോ എൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങളോ ഒന്നുമല്ല. വചനം പറയുന്നത് പോലെ യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് ആ കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അത്യുന്നതൻ മഹോന്നതൻ യേശുവേ നീയേ, മാനവും മഹത്വവും നിനക്കു മാത്രമേ. മാറാത്ത മിത്രം യേശു എൻ്റെ ദേവാദിദേവനേശു, നിത്യനാം ദൈവം യേശു എൻ്റെ രാജാതിരാജനേശു. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആരുള്ളൂ യേശുവേ, ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമം. ഉറപ്പുള്ളവർ ചേർന്നൊന്ന് പാടും ആ വരികളെ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആരുള്ളൂ യേശുവേ, ആശ്രയിപ്പാൻ ഒരേ നാമം. ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. നല്ല സ്നേഹിതനായി യേശു
അങ്ങത്തോളം നിൻ ക്രൂശിൻ്റെ വചനം സാക്ഷിപ്പാൻ തരുന്നു സമ്പൂർണ്ണമായി നിനക്കായി ശോഭിപ്പാൻ അന്ത്യത്തോളം നിൻ ക്രൂശിൻ്റെ വചനം സാക്ഷിപ്പാൻ തരുന്നു ഞാൻ സമ്പൂർണ്ണമായി നിനക്കായി ശോഭിപ്പാൻ പകരു ശക്തി എന്നിൽ നാഥ നിനക്കായി പോയിടാൻ വിശ്വസ്തദാസനായി എന്നെ തൃക്കൈയിൽ തരുന്നിതാ പാടിടും ഞാൻ ഘോഷിക്കും നാമം എത്ര ഉന്നതം പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര Praise Lord. Hallelujah. റീറ്റ ചേച്ചി പാട്ട് പാടുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ദൈവത്തെ, ഈ അത്യുന്നതനായ മഹോന്നതനായ ദൈവത്തെ പാടാൻ വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തു അല്ലേ? ആ തിരഞ്ഞെടുപ്പ് എന്ത് വലുതല്ലേ? നമ്മൾ അതിനു വേണ്ടി തിരഞ്ഞെടുത്തു. അതിനേക്കാളും ദൈവത്തിന് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന അതിനേക്കാളും വലിയ നന്മയുണ്ടോ? ദാറ്റ് ഈസ് എ ബിഗ് 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 ബ്ലെസ്സിങ് നമുക്ക് അല്ലേ? ഞാൻ അടുത്ത് പാടാൻ പോകുന്ന പാട്ട് അതിനെ പറ്റിയിട്ടുള്ളൊരു പാട്ടാണ്. നീർ ചെയ്ത അതിശയം 1000 ഉണ്ട്, വിവരിക്ക മുടിയാതയ്യ. Let's sing it together and praise our Lord. Thank you.
കണ്ണുനീരിലെ